സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാര്യയുടെ ഭൂമി ജപ്തി ചെയ്തിരിക്കുകയാണ് കോടതി. 30 ലക്ഷം രൂപ മുൻകൂറായി വാങ്ങി വിൽപ്പന കരാർ ലംഘിച്ചെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. വഴുതക്കാട് സ്വദേശിയുടെ പരാതിയിലാണ് ഇപ്പോൾ കോടതി നടപടിയെടുത്തിരിക്കുന്നത്. പണം തിരികെ കൊടുക്കുമ്പോൾ ജപ്തി ഒഴിവാക്കുമെന്നാണ് വ്യവസ്ഥ. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിലാണ് ഭൂമി. അതേസമയം ഭൂമി ഇടപാടിൽ ഒരു പിൻവാതിലിടപാടും നടന്നിട്ടില്ലെന്നാണ് DGP വ്യക്തമാക്കുന്നത്. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു, DGPയുടെ ഭാര്യയുടെ ഭൂമി തന്നെ ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അത് മുൻകൂറായി പണം, ഒരു വലിയ തുക തന്നെ മുൻകൂറായി വാങ്ങി വിൽപ്പന കരാർ ലംഘിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് DGPയുടെ വിശദീകരണം? വിനീത, 74 ലക്ഷം രൂപയ്ക്കാണ് പേരൂർക്കട വില്ലേജിൽ ബ്ലോക്ക് 23 റിസർവേ നമ്പർ 14/3 എന്ന വസ്തു വഴുതക്കാട് സ്വദേശിയുമായി 2023 വിൽപ്പന കരാറിൽ ഏർപ്പെടുന്നത്. 30 ലക്ഷം രൂപ അഡ്വാൻസായി വാങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കരാർ കാലാവധി കഴിഞ്ഞിട്ട് ഈ വസ്തു നൽകാത്തതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം കോടതിയെ സമീപിക്കുന്നത്. ബാക്കി തുക നൽകുന്നില്ല എന്നുള്ളതും കോടതിയിൽ അറിയിച്ചു. ഒപ്പം ഈ വസ്തുവിന്മേൽ 26 ലക്ഷം രൂപ മറ്റൊരു ബാങ്കിൽ ബാധ്യതയുണ്ടെന്നുള്ള കാര്യവും കോടതിയെ ഈ പരാതിക്കാരൻ അറിയിച്ചിരുന്നു. തുടർന്നാണ് കോടതി കാര്യം പരിശോധിക്കുകയും ഈ വസ്തു ജപ്തി ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏകദേശം 33.5 ലക്ഷം രൂപ ചിലവും മറ്റ് പലിശയടക്കം തിരികെ നൽകണമെന്നും ഇദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്നാണ് കോടതിയുടെ ഒരു ഉത്തരവ്. അതേസമയം DGP ദർവേഷ് സാഹിബ് കൃത്യമായി തന്നെ ഇതിലൊരു വിശദീകരണം നൽകുന്നുണ്ട്. അത് അനൗദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം കൂടിയാണ്. ഒരു കാരണവശാലും ഇതിലൊരു കരാർ ലംഘനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. 30 ലക്ഷം രൂപയ്ക്ക് അഡ്വാൻസ് വാങ്ങുകയും കരാർ കാലാവധി അനുസരിച്ച് വസ്തു വിട്ടു നൽകുവാനും തയ്യാറായിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിനുശേഷം ഈ വസ്തു മതിൽ കെട്ടി അടച്ചതിന് ശേഷം ഇദ്ദേഹം ഈ തുക ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഈ വസ്തു മറ്റൊരാൾക്ക് വിറ്റതിന് ശേഷം തുക നൽകാമെന്ന് DGPയും കുടുംബവും അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. DGPയുടെ വിശദീകരണം. റിനു ശ്രീധർ വിവരങ്ങൾ നൽകുകയായിരുന്നു.